Hi friends, welcome to Safwan'S. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നീന്ത്രപ്പഴവും റവയുമുള്ള സ്നാക്കുമായിട്ടാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ നെയ്യാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് നെയ്യില്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലൊക്കെ ഇതിന് അവൈലബിൾ ആണ്. അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. എന്നാലും നെയ്യാണ് ഒന്നും കൂടി ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ നെയ്യ് ഇപ്പോൾ ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഈ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് വെന്ത് കിട്ടുന്നത് വരേക്ക് ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. അടി പിടിക്കാത്ത രീതിയിൽ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇപ്പോൾ നേന്ത്രപ്പഴമൊക്കെ നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏതാണ്ട് ഒരു 3/4 കപ്പോളം തേങ്ങ ചിരവിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തേങ്ങ കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇതിൽ യോജിപ്പിച്ചെടുക്കണം. ഞാനിവിടെ ഒരു 3/4 കപ്പോളം തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല മൂപ്പെത്താത്ത തേങ്ങയാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല, പക്ഷേ അങ്ങനെയുള്ള തേങ്ങയാകുമ്പോൾ ഒന്നും കൂടി ഒരു സ്വീറ്റ് ആയിരിക്കും. അപ്പോൾ പിന്നെ തേങ്ങയുടെ അളവും നമ്മുടെ അളവിനൊക്കെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു 4 ഏലക്കായുടെ സീഡ് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് പഞ്ചസാരയൊക്കെ നന്നായി ഇതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങയും നേന്ത്രപ്പഴം പഞ്ചസാരയൊക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു കോമ്പിനേഷനായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുത്തതോ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഏത് റവ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇത് വറുത്ത റവയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അല്ലാത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതും കൂടെ ഒന്ന് ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം. അപ്പോൾ ഇത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. വല്ലാതെ അങ്ങോട്ട് തണുത്ത് പോകണം എന്നൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ ചെറിയ ഉരുള അതിൽ നിന്ന് ആക്കി എടുത്തതിന് ശേഷം കൈവെള്ളയിലിട്ട് ഉരുട്ടി ഇതുപോലെ അതിൻ്റെ വശങ്ങളൊക്കെ ഒന്ന് ഷേപ്പാക്കി 2 എൻഡിലും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് നമ്മുടെ കൈവെള്ളയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ തന്നെ അതിൻ്റെ ഇതുപോലുള്ളൊരു ഫിംഗർ ഷേപ്പിൽ ഇതങ്ങൾ വന്ന് കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മറ്റുള്ള മസാല കൂടെ ഇതുപോലെ ഒന്ന് ചേർത്തെടുക്കണം. ഒരെണ്ണം കൂടെ ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ കാണിച്ചു തരാം. ഇതുപോലെ ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് കൈവെള്ളയിലിട്ടിട്ട് നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ ഇതിങ്ങനെ ഒരു ഫിംഗർ ഷേപ്പൊക്കെ ആയി വരും. അപ്പോൾ ഇതിൻ്റെ 2 എൻഡും ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് ഉരുട്ടി കൊടുത്താൽ നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പിൽ ഇത് നല്ലൊരു റോളായിട്ട് ഇത് മാറിക്കിട്ടും. ഒരു ബനാന റോള് എന്നൊക്കെ പറയാം. അതുപോലുള്ള ഒരു രൂപത്തിൽ ഇത് വന്ന് കിട്ടും. അപ്പോൾ ഈ രൂപത്തിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വെറും ബോളായിട്ട് തന്നെ വേണമെങ്കിൽ അതുപോലെയും ചെയ്തെടുക്കാം. അതിലൊന്നും കുഴപ്പമില്ല. ഒട്ടും രുചി വ്യത്യാസങ്ങളൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ഞാനിതുപോലെയുള്ള റോളായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഇത് ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് വളരെ കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ വശങ്ങളും ഇതുപോലെ തിരിച്ചിട്ടെടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരിയെടുത്തതിന് ശേഷം മറ്റുള്ളത് കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്.
റവ ഉള്ളത് കൊണ്ട് തന്നെ വളരെ ക്രിസ്പിയാണ്, എന്നാൽ ഉൾവശം നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ വീട്ടിൽ എത്രപ്പോഴോ റവയൊക്കെ ഉള്ളൊരു സമയത്ത് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.